ഹലോ ഓൾ. സോ ഒരുപാട് നാളെ ഞാൻ ഓൺ വോയിസ് വന്നിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്ത്രീകളിൽ ഒത്തിരി പേർക്ക് കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ പറയാം, പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ. സോ നമ്മൾ എത്ര പെട്ടെന്ന് അത് ഡിറ്റക്ട് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈസി ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് അത് നമുക്ക് ഏർലി ആയിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വേറെ ഒന്നുമല്ല, ഒത്തിരി പേർക്ക് അറിയായിരിക്കും, ഈവൻ ദോ നിങ്ങൾ ആരും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. സോ നിങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നിങ്ങൾ അതിലൊന്ന് അവെയർ ആക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. ഓക്കെ, മന്ത്ലി ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ പ്രൊസീജിയറാണ് എന്ത്, ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. മറ്റാരുടെ ആവശ്യമില്ല, നിങ്ങൾ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ടത് ഒരേ ഒരു കാര്യം, ഒരു മിററാണ് വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മിററിൻ്റെ മുന്നിൽ പോയിട്ട് നിൽക്കുക. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഇൻ എ പ്രൈവറ്റ് സ്പേസ്. ഒരു പ്രൈവറ്റ് സ്പേസ് നമ്മുടെ ബെഡ്റൂം ആവാം, അതും അല്ലെങ്കിൽ നമ്മുടെ വാഷ്റൂം ആവാം. വാഷ്റൂമിൽ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവും, ലോങ് ആയിട്ടുള്ള മിററൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ ചില വാഷ്റൂംസിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതും യൂസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചെസ്റ്റിൻ്റെ അത്രയും പോർഷൻ മാത്രം നിങ്ങൾ ഒന്ന് എക്സ്പോസ് ചെയ്ത് വെക്കുക. ഓക്കെ, നേക്കഡായിട്ട് എക്സ്പോസ് ചെയ്യുക. സോ അപ്പോൾ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഇൻസ്പെക്ട് ചെയ്യുക, അതായത് ഇൻസ്പെക്ഷൻ ചെയ്യുക, നിങ്ങൾ കാണുക, നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാണാം, ഇൻ കേസ് എന്തെങ്കിലും കളർ ചേഞ്ച്, അതും അല്ലെങ്കിൽ കാണത്തക്കതായിട്ട് രീതിയിലുള്ള വല്ല മുഴകൾ, ലംസ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി അതുമല്ല നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് കൈകളും ഒന്ന് മുകളിലേക്ക് ഒരുമിച്ച് ഉയർത്തി താഴ്ത്തുക. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ രണ്ട് ബ്രസ്റ്റിലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, സിമെട്രിക് എന്തെങ്കിലും മാറ്റമുണ്ടോ, അതിൻ്റെ ഷേപ്പിൽ സൈസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഉള്ളോട്ടേക്ക് കുഴിഞ്ഞു പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാം. സോ ഇൻസ്പെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മൾ നോക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് നോട്ട് ചെയ്ത് വെക്കാം. ഇനിയിപ്പം അതും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ പാൽപേഷനാണ്. അതായത് തൊട്ട് നോക്കുക. നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരിക്കലും ഫിംഗറിൻ്റെ ടിപ്പല്ല, ടിപ്പ് വെച്ചിട്ട് നമ്മൾ അമർത്തി നോക്കരുത്. വി വോണ്ട് ടു യൂസ് വാട്ട് ദ ഫിംഗർ പാഡ്സ്. ഇതാണ് പാഡ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു സർക്കുലർ മോഷനിൽ നിങ്ങളിങ്ങനെ ചുറ്റും, ബ്രസ്റ്റിന് ചുറ്റും നിങ്ങളൊന്ന് അമർത്തി നോക്കുക. ഓക്കെ, എന്തെങ്കിലും ടൈപ്പ് ഓഫ് മുഴകൾ അല്ലെങ്കിൽ ലംസ് എന്നാണ് നമ്മൾ പറയുക. സോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ വല്ല പെയിൻ ഉണ്ടോ, ഇനി എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു എക്സ്ട്രാ സെൻസേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്യുക. ഓക്കെ, ബ്രസ്റ്റിന് ചുറ്റും മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നിപ്പിൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്ത് സ്ക്വീസ് ചെയ്ത് നോക്കുക. വല്ല ഡിസ്ചാർജും വരുന്നുണ്ടോ, എബ്നോർമലായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. കാണുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ പോയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ കാണാം. ഓക്കെ, ഇതിന് ഒരിക്കലും മടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഏർലി അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മളിത് നമ്മൾ തടവി നോക്കുന്ന സമയത്ത് നമ്മുടെ കോളർ ബോൺ, ഇവിടെയുള്ള ഒരു ബോണുണ്ട്, എല്ലുണ്ട്. ഈ കോളർ ബോൺ തൊട്ടിട്ട് നമ്മുടെ ബ്രാലൈൻ വരെയും, അതുപോലെ തന്നെ ആംപിറ്റ്, കൈക്കുഴി തൊട്ടിട്ട് സെൻറ്ററിൽ വരുന്നൊരു എല്ലുണ്ട്, അതാണ് സ്റ്റേണം വരെയും നമ്മൾ ചെയ്ത് നോക്കണം. സർക്കുലർ മോഷനാണ്, നമ്മുടെ ഫിംഗർ പാഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോൾ ചെയ്യാം അല്ലേ. നമുക്ക് എപ്പോഴാണ് ഈ ഒരു ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യാൻ പറ്റുന്നത്, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈം. പലർക്കും ഈ പീരീഡ്സ് ഒക്കെ ആവുന്നതിൻ്റെ മുന്നേ പ്രീ മെൻസ്ട്രൽ സിൻഡ്രം ഒക്കെ ഉണ്ടാവും, ബ്രസ്റ്റ് സ്വെള്ളൺ ആവാം, ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. സോ അപ്പം നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓൾറെഡി ബ്രസ്റ്റ് സ്വെള്ളൺ ആയിട്ടാണ് കിടക്കുക. അപ്പം ഇത് നോർമലാണോ അബ്നോർമലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് പീരീഡ്സ് ആയതിനു ശേഷം. റെഗുലർ മെൻസ്ട്രൽ പീരീഡ്സ് ഉള്ളവരാണെങ്കിൽ, അതായത് ഡേ 1 ഓഫ് ദി മെൻസസ് തൊട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, കൗണ്ട് ചെയ്യുമ്പം 7 to 10 days ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഡു ദിസ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പം നമുക്ക്, കാരണം ആ സമയം എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പം പീരീഡ്സ് എല്ലാം ആയി കഴിഞ്ഞ് ഹോർമോൺ ലെവലൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ബ്രസ്റ്റിൻ്റെ സ്വെല്ലനെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ പോസ്റ്റ് മെനോപോസൽ വുമണിലാണെങ്കിൽ, അതായത് പീരീഡ്സ് എല്ലാം കഴിഞ്ഞു, ആഫ്റ്റർ അബൌട്ട് 50 years ഒക്കെ ആകുമ്പോൾ നോർമലി പീരീഡ്സ് എല്ലാം സ്റ്റോപ്പ് ആവും അല്ലേ. സോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അവർ എന്ത് ചെയ്യുക, വൺസ് മന്ത്ലി ഒരു പെർട്ടിക്കുലർ ഡേറ്റ് എടുക്കുക. നമ്മളിപ്പം ഒരു ഡേറ്റ് എന്ന് പറയുമ്പോൾ 1-ാം തീയതി, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ 2-ാം തീയതി, 15-ാം തീയതി, അങ്ങനെ ഏതെങ്കിലും ഒരു ഡേറ്റ്. ഓക്കെ, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് എടുത്തിട്ട് എല്ലാ മന്തും സെയിം ഡേറ്റിൽ ഇത് ക്യാരി ഔട്ട് ചെയ്യാൻ നോക്കണം. ഓക്കെ,
എല്ലാ മന്തിലും ഒരേ ദിവസം, മാസത്തിൽ ഒരിക്കൽ എന്ന് പറയുമ്പം എന്നെങ്കിലും അല്ല, എല്ലാ മാസവും ഒരേ ഡേറ്റിന് തന്നെ നിങ്ങളത് സർക്കുലറായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ഉള്ളവർക്കും. റെഗുലർ പീരീഡ്സ് അല്ലാതെ പീരീഡ്സ് മാറി 28 ഡേയ്സ് സൈക്കിൾ അല്ലാതെ വരുന്നവർക്കും ഇത് തന്നെ ഫോളോ ചെയ്യാം. മന്ത്ലി വൺസ് ആണ്. അതിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ് എടുക്കുക, ഈ ഒരു ബ്ലഡ് സെൽഫ് എക്സാമിനേഷൻ ക്യാരി ഔട്ട് ചെയ്യുക. ഓക്കെ, സോ ഇത് ഗേൾസ് ആര് കാണുകയാണെങ്കിലും പ്ലീസ് ഡൂ ഇറ്റ്. ഓക്കെ, ആസ് ഐ റിപ്പീറ്റ്, പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ഓക്കെ, ഇനി ബോയ്സ് ജെൻസ് ഒക്കെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അമ്മയ്ക്ക് അതുപോലെ തന്നെ സിസ്റ്റേഴ്സിന്, ഇനിയിപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് കൊളീഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. എല്ലാവർക്കും ഒന്ന് പാസ് ചെയ്തേക്കുക. നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം, നിങ്ങളും അതിന് വേണ്ടിയിട്ട് ചെയ്യുക. ഓക്കെ, ബൈ.